Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, kani, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
മാഡം, മാനേജറില്ലേ? എന്താ കാര്യം? ഒരു നോട്ടീസ് വന്നിരുന്നു. സാറ് കേബിളിലുണ്ട്, കണ്ടോളൂ. അയച്ചിട്ടുണ്ട്. മിക്കവാറും നാളെ തന്നെ കിട്ടും. ശരി എന്നാൽ. ഇരിക്കി. ശരിയാവും, നാളേക്ക് ശരിയാവും കേട്ടോ. ഓക്കെ ശരി. എന്താ ജേക്കബേ? ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു. ഇത് വലിയ പ്രശ്നമാണല്ലോ ജേക്കബേ. ഇതെന്താ ഇത്ര വൈകിച്ചത്? അത് പിന്നെ ഞാൻ ചെറിയൊരു പ്രശ്നമുണ്ടായി സാറേ, അതുകൊണ്ടാ. പെട്ടെന്ന് തന്നെ അടിച്ചോളാം. ഇതിപ്പോ ഇത്ര വലിയൊരു എമൗണ്ട് എടുത്തിട്ട് എന്തപ്പത് ഒന്നും അടച്ചിട്ടില്ലല്ലോ. എന്താ ഇങ്ങനെ? ഇത് വലിയ പ്രശ്നത്തിലാവൂട്ടാ. നമുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് വ്യക്തിപരമായി ചെയ്യുന്നതിന് പരിധിയുണ്ട്. താനാകെ പെട്ടുപോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഓക്കെ? ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ, അത് കുഴപ്പമില്ല, വേറെ വഴിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, തൽക്കാലം ചെയ്യാവുന്നൊരു കാര്യം. അതിനൊരു പരിചയമെങ്കിലും തീർക്ക്. വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. തൽക്കാലം ഒരു പരിഹാരം എന്നുള്ള നിലക്ക്. അതിൽ കൂടുതൽ എൻ്റെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനില്ല. എല്ലാം പെട്ടെന്നായിക്കോട്ടെ. ആരിത് ജേക്കബേട്ടനാ? എന്താ വേണ്ടേ? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മതി. എന്താ ഷുഗർ ഉണ്ടാ? ഏയ് ചേട്ടൻ ഇവിടെ എവിടെ വന്നതാ? ബാങ്ക് വരെ. അപ്പൊ നാട്ടിൽ തന്നെ കൂടിയോ? ഇപ്പൊ എന്താ പരിപാടി? ഏയ് ഒന്നും ആയിട്ടില്ല. ശരി, പോട്ടെ. ശരി. ഒരു മിനിറ്റ്, ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? അത് ശരി, ജേക്കബേട്ടൻ മറന്നാ? ജേക്കബേട്ടൻ്റെ അളിയൻ്റെ വീട് വയറിങ് ചെയ്യേണ്ട കാര്യം ചോദിച്ച അളിയനോട്. ഞാനത് മറന്നുപോയി. ഒന്ന് ചോദിക്ക് ജേക്കബേട്ട, ആ പണി എനിക്ക് പിടിച്ചായോ? ശരി. ശരി, ഞാൻ ചോദിച്ചു നോക്കാം. പറയും. കുറച്ച് ദിവസമായി ജേക്കപ്പേ തന്നൊന്ന് കാണുന്നു വിചാരിക്കുന്നു. 2 ദിവസം മുമ്പ് ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞിരുന്നു. എനിക്കുണ്ട് ജേക്കപ്പ വീടും കുട്ടികളും കുടുംബമൊക്കെ. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം എനിക്കും കഴിഞ്ഞുകൂടാൻ.
തനക്കറിയാല ഒരു കുടുംബം മുന്നോട്ട് നീങ്ങാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞ ജേക്കബിന് മനസ്സിലായ ആളുകൾക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കാൻ എന്നെ കൊണ്ട് നിവൃത്തിയൊന്നുമില്ല. പൈസ തരാത്തത് മനഃപൂർവ്വമല്ല. അതെനിക്കറിയാ. അറിഞ്ഞിടത്തോളം തന്നെ കൊണ്ട് പൈസ തന്നു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തരാനുള്ളത് എനിക്ക് തന്നു തീർത്തിട്ട് ഇനി സാധനങ്ങൾ വാങ്ങിയാൽ മതി. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് വെറുതെ കിട്ടുന്നതല്ല. എന്താ ജേക്കപ്പേട്ട, കൂട്ടാത്തിനൊന്നും വാങ്ങിയില്ലേ? ഇല്ല, ഞാനത് മറന്നുപോയി. സാരില്ല, കുറച്ച് പരിപ്പ് കാണണം. ഇന്നിപ്പോ അതന്നെ അടുപ്പത്തിടാം. ചെറുക്കന് കലി വരും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. അല്ല, ബാങ്കിൽ പോയിട്ട് എന്തായി? അവര് ദേഷ്യപ്പെട്ടോ? ഏയ്, ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഇനിയും വൈകിച്ചാൽ നടപടിയെടുക്കുമെന്ന് അവർ തീർത്തു പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? അടക്കാന്ന് പറഞ്ഞു. ആ, ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. നോക്കി ഒഴിക്കോന്ന്. പിന്നെ ജേക്കബേട്ട, ഒരു കണക്കിന് താനേ ഗൾഫ് അവസാനിപ്പിച്ച് പോകുന്നത് നന്നായി. ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ആ മരുഭൂമി പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ജേക്കബേട്ട? ഇവിടെ അവസരങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല. അത് ചെയ്യാനാ പാട്. എന്നിട്ട് നീ എന്താ പണിക്ക് പോവാത്തത്? ആര് പറഞ്ഞു ഞാൻ പണിക്കുള്ളെന്ന്? നീ പണിക്ക് പോവും. ഇതുപോലെ ഓസിനെ എവിടുന്ന് മോന്താൻ കിട്ടാണ്ടാവുമ്പോ വല്ലപ്പോഴും പോവും. എനിക്കിത് മതി ജേക്കബേട്ട. പെണ്ണും പിള്ള അവിടെ എവിടെയും പണിക്ക് പോണോണ്ട് കുടുംബം മുന്നോട്ട് പോണ്. അതുകൊണ്ട് തന്നെയാണ് ഇവൻ വഷളായതും. നിർത്ത്. നമ്മളിവിടെ കൂടിയിരിക്കണത് എന്നുള്ളത് പോലെ എന്നാ നാക്കാനോ ഈ ജേക്കബേട്ടന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനോ? കണ്ട സത്യം പറഞ്ഞപ്പോ എന്റെ പെടച്ചില് കണ്ട. ശ്രീനേട്ടൻ പറഞ്ഞിട്ട് നമ്മുടെ ആളിങ് എത്തി. ശ്രീനേട്ടാ, പറഞ്ഞ പോലെ താനിനി തിരിച്ചുപോക്ക് വേണ്ടാന്ന് വെച്ചോ? കുറെ കാലമായിടും അവിടെ കിടന്ന് നരയിക്കണം. ജീവിച്ചു പോണതല്ലാതെ സമ്പാദ്യമൊന്നുമില്ലടൂ. സത്യം പറഞ്ഞ മടുത്തു. എല്ലാം സഹിക്കാം. ഈ മക്കളെയും കുടുംബത്തെയും കാണാതെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ്. ദുരന്തം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെന്നിറങ്ങി 2 വർഷം കൊണ്ട് എല്ലാം മതിയാക്കി ഞാനിങ്ങോട്ട് മടങ്ങിപ്പോകുന്നത്. ചില നേരത്തെ പെണ്ണുമ്മയുടെ വാരിയിരിക്കുന്ന കേൾക്കുമ്പോൾ ഈ നാട് വിട്ട് പേർച്ചക്ക് പോകാൻ തോന്നും. അതാകുമ്പോ ഒന്നും അറിയണ്ടല്ല, കാശും ഉണ്ടാക്കാം. അത് പിന്നെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. നിന്റെ സ്വഭാവത്തിന് വായോണ്ട് കേട്ടാ പോരാ, കൈകൊണ്ട് തന്നെ നല്ല തല്ലിടണം. നിർത്തി, മതി പിള്ളേരെ പോലെ. എന്റെ ജേക്കബേട്ട, ഈ കാണുന്ന കെട്ടുകളെല്ലാം ഈ ശ്രീനേട്ടനേതാ. ധൈര്യവും ആത്മവിശ്വാസവും പണവും ഉണ്ടെങ്കിൽ നമുക്കൊരു കൊയ്ത്തങ്ങോട്ട് കൊയ്യാം. എന്തേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടൂ.
അതൊക്കെ മനസ്സിലാക്കി തരാ ജാക്കപ്പേട്ട. ആദ്യം രീതി രണ്ടാണ്ട് പിടിപ്പിക്ക്. ഞാൻ കഴിക്കാറില്ല. പിന്നെ താനെങ്ങനെ ശരിയാവൂടോ? അല്ലടോ, പണം എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും പോരല്ലോ. അത് പോരാ. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഈ നിൽക്കുന്ന ആള് ചില്ലറ പുള്ളിക്കാരനൊന്നുമല്ല. മൂപ്പര് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. എനിക്കത് ശരിയാവൂ. ഞാൻ വീട്ടുകാരോടൊന്ന് ആലോചിച്ച്. നമുക്കത് വേണ്ട, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. മണ്ടത്ര പറയല്ല ജേക്കപ്പേട്ട. തീരുമാനം നമ്മ ആണുങ്ങൾ എടുക്കണം. 10 കാശ് വരുന്ന കേസല്ലേ. അതിവിടെ പലർക്കും പിടിച്ചെന്ന് വരില്ല. അതൊന്നും ആരോടും കൊട്ടിക്കൊഴിച്ച് നടക്കണ്ട. ഒരെന്നാലും ഇല്ല. ചേട്ടനൊന്നും ഉഷാറായാ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാൻ. സ്വപ്നത്തേരോട്ടം മേലേ മേലേ മുകിലിൻ തീരം പിഴിയില്ലഴകായി പുലരിക്കാലം തിരയുന്നു നിറയുകയായി കനവിൻ കതിരാകാൻ തിരയായി ഞാൻ തളരാതെ നിന്നും പൂങ്കാറ്റിൽ വിട ചൊല്ലി വേദനകൾ അറിയാതെ എന്നുള്ളിൽ പുതുജീവൻ നിറവായി കരിമാനം തെളിവായി മഴവില്ലും വരവായി സ്നേഹത്തിരയലയിൽ നീളെ കരയും പ്രിയമായി മധുരമീ അഴകിൻ നിറമായി ഒഴുകുന്നു മേഘങ്ങൾ മധുരമീ അഴകിൻ നിറമായി ഒഴുകുന്നു മേഘങ്ങൾ പുതുമണ്ണിൽ നീളെ സ്വപ്നത്തേരോട്ടം മേലേ മേലേ മുകിലിൻ തീരം ഇഴിയില്ലഴകായി പുലരിക്കാലം തിരയുന്നു നിറയുകയായി കനവിൻ കതിരാകാൻ തിരയായി ഞാൻ തളരാതെ നിന്നും
അപ്പച്ചാ അപ്പച്ചാ ദേ പ്രാർത്ഥന എത്തിക്കാൻ പോണ്. മോശനായ ധനികൻ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. മക്കളെ ചെല്ലേ, കയ്യും മുഖവും കഴിയിട്ട് വാ, ഊണ് കഴിക്കാം. ഇന്നും മണുള്ള ചോറ്. ഊണ് കഴിക്കാൻ വരുന്നില്ലേ? വിശക്കണല്ലടി, നീ കഴിച്ചു. പിള്ളേര് കാത്തിരിക്കാ, വാ. താ, നീ ഇരിക്കി, ഞാൻ വിളമ്പിക്കോളാം. ഇന്നുമില്ല മീൻ ഉറച്ചി. നീ ഒന്നും മിണ്ടാണ്ടിന്ന്. എന്റെ മക്കളെ, അതിന് നല്ല മീനും ഇറച്ചിയും കിട്ടണ്ടേ? അവര് വിൽക്കുന്നതൊക്കെ ചീഞ്ഞതും അളിഞ്ഞതുവാ. അതുകൊണ്ടല്ലേ അമ്മച്ചി വാങ്ങിക്കാത്തെ? അമ്മച്ചി, ഞാൻ മാത്രമേ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ. ഓ, അത് നേരത്തെ പറയണ്ടേ? അമ്മച്ചി ഞാൻ പറഞ്ഞല്ലോ. ആ, നിന്ന് ചിലുങ്ങണ്ട, ഞാൻ നാളെ സ്കൂളിലേക്ക് കൊണ്ടുവരാം. ചെല്ല്. അമ്മച്ചി, അപ്പാപ്പൻ. ഹലോ, ഭക്ഷണം കഴിച്ചോ മോളെ? ഉവ് കഴിച്ച പാപ്പ. അപ്പച്ചനെന്തേ? അപ്പച്ചന്റെ അപ്പുറത്തിരിപ്പുണ്ട്. അമ്മച്ചിയോ? ആ, അമ്മച്ചി വന്ന് കൊടുക്കാം. ഹലോ അപ്പച്ച. എന്താ പച്ച ശബ്ദം വല്ലാണ്ടിരിക്കണേ? സുഖല്ലേ? ഏയ്, അസുഖമൊന്നുമില്ല മോളെ. എന്നാലും 2 ദിവസമായി വയ്യായിക പോലെ. വേറൊന്നും കൊണ്ടല്ല, ഈ പണിസ്ഥലത്ത് പോയി വെയിലും പൊടിയും ഏൽക്കുന്നതിന്റെ ക്ഷീണമാ. ജെറിയുടെ വീട് പണി എവിടം വരെയായി? ആ, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല മോളെ, എന്തായി കാര്യങ്ങള്? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. പാവം, വല്ലാതെ വിഷമിച്ചിരിക്കുക. കാണുമ്പോ പേടിയാവും. വല്ലാത്തൊരു ദുരിതമായി പോയല്ലോ മോളെ. മോള് വിഷമിക്കണ്ട, എന്തേലും മാർഗം ഉണ്ടാകും. ജെറിമോന്റെ വീടുപണിയായിപ്പോയി. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിച്ചു. അതൊന്നും സാരില്ല അപ്പച്ച, അറിയാലോ ഞങ്ങൾക്ക്. ആ ചെറുക്കനെ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കേ. ശുദ്ധനാ, പാവം, മനസ്സിനൊട്ടും കട്ടിയില്ല. അതുകൊണ്ട് തന്നെ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അമ്മച്ചി,
ദേ ഇവിടെ നിൽപ്പുണ്ട്, എല്ലാം കേട്ടുകൊണ്ട്. കൊടുക്കണോ? വേണ്ട അപ്പച്ച. പിന്നെ അപ്പച്ച, എന്താ മോളെ? എന്താ മോളെ, എന്തു പറ്റി? പറയ്, നീ ആളെ പേടിപ്പിക്കാതെ പറയ്. കയ്യിലാണെങ്കിൽ ഒരു നയാ പൈസ ഇല്ല. 2-3 മാസമായി മേരിക്കുട്ടിയുടെ ഫീസ് അടച്ചിട്ട്. അവളുടെ സങ്കടം കണ്ടപ്പോ ഞാൻ നാളെ തരാന്ന് പറഞ്ഞു പോയി. അപ്പച്ച, കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഇത്രയല്ലേ ഉള്ളൂ? ആ, ഞാൻ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനാണോ മോള് കരഞ്ഞത്? അപ്പച്ച, ഒന്നുമില്ല അപ്പച്ച. മോള് ഫോൺ വെച്ചോ? അപ്പച്ചൻ നാളെ തന്നെ അവിടെ എത്തിക്കൊള്ളാം. ശരി, അമ്മച്ചിയോട് പറഞ്ഞേക്ക്. കുട്ടിയോട് പറഞ്ഞത് നേരെ തന്നെയാ. കുറച്ചു ദിവസമായി ഈ ബാധ കൂടിയിട്ട്. കാര്യം എന്തായാലും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? വേണ്ടാത്തൊക്കെ ആലോചിച്ച് വല്ലതും വരുത്തി കൂട്ടാനായിട്ട്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചാ മതിയല്ലോ. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാൻ? സാരല്ല ഏട്ടാ, ഒക്കെ ഒരു യോഗാന്ന് കരുതിയാ മതി. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കർത്താവിന്റെ ഒരു പരീക്ഷണമായിട്ട് കണ്ടാ മതി. ഒരുപക്ഷെ എല്ലാം നല്ലതിന് വേണ്ടി. ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത, ഒരു നാശവും ആഗ്രഹിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ പതുക്കെ പറ, പിള്ളേര് കേൾക്കും. അല്ല, ചേട്ടൻ ഇങ്ങനെ ഇവിടെ കിടന്ന് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ? ഇങ്ങനെ ഉരുകി ഒലിക്കുന്നതിന് പകരം പറ്റിയ മാർഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയണത്. ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ലല്ലോ ഇതുപോലെ ബിസിനസ് പൊളിഞ്ഞ് തകർന്നു നടക്കണത്. കിടപ്പാടം പോലും ഇല്ലാതെ എത്ര ആളുകളുണ്ട് ഇവിടെ. നമ്മളോട് കിടന്ന് അറിയിക്കണോ? അങ്ങനെയല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ വീടും പറമ്പും വേണ്ട. ആ ഒരു കാര്യം ഇതിന് പരിഹാരമായി പറയണ്ട. കാശും പത്രാസും ഒക്കെ വിചാരിച്ച ഇനി ഉണ്ടാക്കാം. പക്ഷെ അതിനാദ്യം വേണ്ടത് മനസ്സമാധാന. ഞാൻ പറയണത് കേൾക്ക്. കടം വിട്ടാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. പിന്നെ വീടും സ്ഥലവും വിറ്റാലും കുറച്ചെങ്കിലും കാശ് ബാക്കിയുണ്ടാവൂലോ. അതുകൊണ്ട് എവിടെങ്കിലും പോയി വേറെന്തെങ്കിലും ജോലി ചെയ്ത് മനസ്സമാധാനത്തോടെ ജീവിക്കാം. ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. അല്ല പിന്നെ എന്താ ജേക്കബ് സാറ് ഇറങ്ങി വരാൻ ഒരു അമാന്തം? അല്ല, ഞാൻ കിടക്കുകയായിരുന്നു. ഷർട്ട് ഇട്ട് വന്നപ്പോ എന്റെ കാശിനായാലും എന്താടാ? ചാർലി, ഞാനത് പെട്ടെന്ന് ശരിയാക്കി തരാം. എവിടെന്ന് ശരിയാവുന്നുണ്ട് ചാർലി. ഇനി എങ്ങനെ കയ്യെത്തും ദൂരത്ത് വെച്ചല്ലേ ബൊന്ന് വെച്ച് പൊട്ടിപ്പോയത്? ജേക്കബ്, ഒളിച്ചു കളി നീ എന്നോട് വേണ്ട. എനിക്ക് പണി ഉണ്ടാക്കരുത്. കുട്ടികളാകെ പേടിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തരുത്. റെഡിയായി, ഞാൻ അങ്ങോട്ട് എത്തിക്കാം. നീ റെഡിയായ? ഇത്ര വലിയ ചെക്കനായിട്ട് ഷൂടാൻ അറിയില്ല. ശരി.
ആ അപ്പച്ചൻ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ? ആ അത് പറയാനാടാ മോനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ അവള് വിളിച്ചിരുന്നു. സ്റ്റെല്ല പാവം, വല്ലാത്തൊരു കഷ്ടമാടാ ഐറ്റിയങ്ങളുടെ ജീവിതം. എൻ്റെ മോള് കരഞ്ഞു പറഞ്ഞപ്പോ എൻ്റെ ചങ്ക് തകർന്നു പോയടാ. എല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറണോ? അല്ലാതെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പച്ചൻ തന്നെ പറ. ജേക്കബിന്റെ അപ്പച്ചനും അമ്മച്ചയും മരിച്ച പിന്നെ നമ്മളായിരുന്നില്ലടാ അവനക്ക് എന്തിനും ഏതിനും. അങ്ങനെയാണ് വേണ്ടതും. ഒരു ജീവിതമാകുമ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ സ്വാഭാവികമാണ്. ആർക്കാ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് ആർക്കും നിരീക്കാൻ പറ്റില്ല. ഉയർച്ചയിലല്ല തകർച്ചയിലാണ് മറ്റുള്ളവർക്ക് താങ്ങായി മാറേണ്ടത്, പ്രത്യേകിച്ച് ഒരേ ചോരയാകുമ്പോൾ. ഗൾഫ് വേണ്ടെന്ന് വെച്ച് നാട്ടിൽ തന്നെ കൂടാൻ പോണെന്ന് അളിയൻ പറഞ്ഞപ്പോൾ 1-2 നല്ല ബിസിനസ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നതാണ്. മൂപ്പരെ ചെവിക്കൊണ്ടില്ല. എന്നിട്ട് ചെന്ന് ചാടിയതോ ഒരാളോടും അഭിപ്രായം ചോദിക്കാതെ ആ കുടിയന്മാരുടെ വാക്കും കേട്ട് ലക്ഷങ്ങൾ പൊടിക്കുകയും ചെയ്ത്. എന്നിട്ട് എന്തുണ്ടായി? നമ്മൾ ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചിട്ടൊരു കാര്യവുമില്ല. അവന്റെ കുടുംബത്തെ സഹായിക്കാനായിട്ട് നമ്മളല്ലാതെ വേറെ ആരുണ്ട്? ഉള്ളത് 2 പെങ്ങന്മാർ. അവരുടെ കാര്യമാണെങ്കിൽ ഇതിനേക്കാൾ കഷ്ടവും. അപ്പച്ചൻ എന്തോന്നും അറിയാത്ത പോലെ പറയുന്നത്. ആ ഒരു കാര്യം ചെയ്യാം, ഈ വീട് പണി അങ്ങ് നിർത്തിയിട്ട് അവിടെ നിന്നെല്ലാം നുള്ളിപ്പറക്കി അത് അളിയന് കടം വീട്ടാനായി കൊണ്ടു കൊടുക്കാം. പോരെ? മോനെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കല്ലേ. അല്ലാതെ പിന്നെ വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, നിന്റെ കൂടപ്പിറപ്പിനും ആ പൈതങ്ങൾക്കും വേണ്ടിയല്ലേ. എന്തെങ്കിലും ഒരു മാർഗം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നോക്കട്ടെ അപ്പച്ച. ഈ വീടിന് തന്നെ കുറെ കാശ് തന്നു. ഇനിയിപ്പോ അവളുടെ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റില്ല. വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ പിന്നെ അവളോട് വിഷമിക്കേണ്ടെന്ന് പറയും. പറ്റുകയാണെങ്കിൽ ഇന്നോ നാളെയോ ഞാൻ ചെല്ലാന്ന് പറയും. ആ ടെസിമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അപ്പച്ച. റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതല്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പച്ച. ആ നീ ജോലിക്ക് പോക്കോ. ഞാൻ സ്റ്റെല്ലയുടെ അടുത്ത് പോയിട്ട് ഇങ്ങോട്ട് വരാം. എന്നാ ശരി. അല്ലേലും ഈ ചെമ്മീൻ കൃഷി നടത്തിയിട്ട് പലരും നഷ്ടത്തിലായിട്ടേ ഉള്ളൂ. ഓരോരുത്തന്മാര് അവന്മാർക്ക് ഗുണമുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കും. പാവങ്ങളെ ഇതിൽ ചാടിക്കും. എന്നിട്ടോ ഈ പാവങ്ങളെ പരമാവധി ഊറ്റിക്കുടിച്ച് അവങ്ങൾ മുണ്ടും തട്ടി മുങ്ങും. ഇതിപ്പോ പലരും പതിവാക്കിയിരിക്കുക. അല്ലപ്പച്ച, ഇത് അപ്പച്ചൻ പറയുന്നത് പോലെ ഇതിപ്പോ കൃഷിയല്ലേ? അതറിയാം മോനെ. ഞാൻ മോനെ കുറ്റപ്പെടുത്തിയതല്ല, പൊതുവായി കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇതിപ്പോ ഒന്നിനു മീതെ മറ്റൊന്നായില്ലേ. വീടിനായി എടുത്ത കടത്തിനു മീതെ പറ്റാനുള്ളത് പറ്റിയില്ലേ. ഇനിയിപ്പോ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടെന്താ കാര്യം? അത് പിന്നെ ഞാൻ നിന്റെ അവസ്ഥയും വിഷമവും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതുമല്ല. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കണ്ടില്ലേ ഇന്ന് രാവിലെ അവന്മാര് വന്ന് ബഹളമുണ്ടാക്കിയത്? ഓരോന്ന് കണ്ടും കേട്ടും കുട്ടികൾ തന്നെ പേടിച്ചിരിക്കയാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടപ്പച്ച? ഇവള് പറഞ്ഞില്ലേ, തൽക്കാലം അത് തന്നെ ചെയ്. അല്ലാതെ ഞാനൊരു പരിഹാരവും കാണുന്നില്ല മോനെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇതിനേക്കാൾ വലുത് ഉണ്ടാക്കാം. ഇപ്പോഴത്തെ എൻ്റെയും ജെറിയുടെയും അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഈ ജയവും തോൽവിയും എന്നൊക്കെ പറയണത് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. അതിനെ നേരിടാനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇനി ഞാൻ ഇറങ്ങാം. വീട്ടില് പണിക്കാരെത്തിയിട്ടുണ്ടാവും.
അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ടാവുന്ന ആർക്കറിയാം. ഞാൻ ഇറങ്ങാം മോളെ. ആ മോളെ, ഇത് പിടിക്കും. തിന്നാനടക്കം ഇവിടെ ഒന്നുമില്ലെന്നറിയാം. കുട്ടികളെ കഷ്ടത്തിലാക്കാതെ ഐറ്റങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. എന്നാ ശരി മോനെ, ഞാൻ ഇറങ്ങാം. ആ, പറഞ്ഞത് മറക്കണ്ട, വേഗമായിക്കോട്ടെ. എന്താ? താനൊന്നല്ല അപ്പച്ചന് ഫോൺ ചെയ്തല്ലേ? അപ്പച്ചനല്ലേ, വേറെ ആരുമല്ലല്ലോ. എന്നാലും ജേക്കബേട്ട പ്ലീസ്, ഇങ്ങനെ ചുമ്മാ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പച്ചൻ പറഞ്ഞ പോലെ നമ്മൾ എന്തിനു തോൽക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പ ചെയ്യണം. നമുക്കും ജീവിക്കണ്ടേ മനസമാധാനമായിട്ട്. അതുകൊണ്ടാ. ശോ, മേരിക്കുട്ടിയുടെ ഫീസ് കൊടുക്കണ്ടേ? ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. കുട്ടികളെ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. അല്ല, നീ നടന്നാണ് പോണത്? അതെ. എന്താ? ഏയ് ഒന്നുമില്ല. അലയും ഞാനെന്നു മേഘനാ പൊഴിയും കനവിൻ്റെ നോവുകൾ. അലയും ഞാനെന്നു മേഘനാ ഇരുളിൽ ഇടറും വിധി തൻ വഴിയിൽ പൊഴിയും കനവിൻ്റെ നോവുകൾ. അലയും ഞാനെന്നു മേഘനാ പടവുകൾ പലതായി വരുമെന്നും പകലിൻ കനവുകളൊരു കോണിൽ. പടവുകൾ പലതായി വരുമെന്നും പകലിൻ കനവുകൾ ഒരു കോണിൽ. തുഴയും നേരായി ഞാൻ തളരും ഈ പാതയിൽ. പൊഴിയും കനവിൻ്റെ നോവുകൾ. അലയും ഞാനെന്നു മേഘനായി. മിഴിയിൽ പൊഴിയും ചുടുനീരും കാതനം ചിതറുമെൻ ജീവിതവും. മിഴിയിൽ പൊഴിയും ചുടുനീരും കാതനം ചിത
തൻ വഴിയിൽ പൊഴിയും കനവിൻ്റെ നോവുകൾ അലയും ഞാനെന്നു മേഘനായി. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, ആരിത്? ജേക്കബോ? കുറച്ച് നാളായല്ലോ തന്നെ കാണാൻ കിട്ടിയിട്ട്. അല്ലച്ചോ, നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു. അത് ശരി. ഇപ്പോഴെന്താ ജേക്കപ്പേ, തിരക്കൊക്കെ കുറഞ്ഞോ? എടോ, എത്ര വലിയ തിരക്കാണെങ്കിലും ദൈവത്തെ മറന്നുകൊണ്ടുള്ള നെട്ടോട്ടമുണ്ടല്ലോ, അത് വലിയ ഗുണം ചെയ്യില്ലടോ. തന്നെക്കുറിച്ച് ആരോ 2 ദിവസം മുൻപ് പറഞ്ഞപ്പോഴാ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞത്. തന്നെപ്പോലെ ഒരാൾക്ക് ഇത്തരം ഒരു പരാജയം വന്നത് കഷ്ടം തന്നെ. ആ, അതൊക്കെ പോട്ടെ, താൻ വിഷമിക്കേണ്ടടോ. അതൊക്കെ നേരെയാണ്. എല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കും. കർത്താവ് അങ്ങനെയൊന്നും കൈവിടില്ല. അതുണ്ട് അച്ചോ. അല്ല, എന്താണ് ഈ സമയത്ത്? അച്ചോ, എനിക്കൊന്ന് കുമ്പസരിക്കണം. ആ, ശരി.
ഹലോ ആ ആ എന്താണെന്ന് പറ. ആ എൻ്റെ പൈസ ഒന്നുമില്ല. ആ നോക്കട്ടെ, ഇപ്പൊ ഒന്നുമില്ല, നീ പിന്നെ വിളിച്ചേ. ആ എന്താ മോളെ മിഠായിയാ? അച്ഛൻ്റെ പൈസ ഇല്ല മോളെ, അച്ഛൻ മോൾക്ക് പിന്നെ മേടിച്ചേരാട്ടാ. ചേട്ടാ ചോദിക്കണേനും ഇങ്ങനെ പറയല്ലോ പ്ലീസ്. ഒരെണ്ണം എത്ര കാശ് വേണമെങ്കിലും തരാം. അടുത്ത ആളെത്തിയിട്ടുണ്ട്. നമ്മാരൊക്കെ എവിടെ നിന്ന് വരുന്നത്? സാധനം ഇനി എന്ത് ചെയ്യൂന്ന് ആലോചിക്കുന്നു. അവൾക്ക് വിളിക്കട്ടെ. ഹലോ ആടി. ആ നീ എന്താ മേടിക്കാൻ പറഞ്ഞ നേരത്തെ? ഞാനാ വിട്ടുപോടി. അതെ ആ ഞാൻ മേടിച്ചിട്ടുണ്ട് ഡാഡി. ആ ശരി. പോ, വിടുന്നില്ല. തന്നോടല്ല പറഞ്ഞേ, പോ ഓടോ. ചേട്ടാ ഒരു ബിരിയാണി. എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി മതി. ഒരു ചിക്കൻ ബിരിയാണി. പണ്ടത്തെ പോലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ശരിയാണ്. നമ്മൾ റഷീദിന്റെ കാര്യം നോക്ക്. ഓ എന്റെ പൊന്നെ, ഒരു കണക്കിന് പത്രം വായനാന്നുള്ള പരിപാടി ഒഴിവാക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, കാമുകന്മാരുടെ ലീലാവിലാസങ്ങൾക്ക് തടസ്സമാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലവന്മാരുടെ കള്ളക്കുത്ത് പുറത്തറിയാതിരിക്കാൻ സ്വന്തം മക്കളെ അതിക്രൂരമായിട്ടൊരു മനസാക്ഷിയില്ലാതെ കൊന്നുകളുന്നത്. എന്നാലും സ്വന്തം മക്കളോടൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഈ അടുത്ത കാലത്താണ് ഇതുപോലുള്ള വാർത്തകൾ ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം എത്രയോ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം വാർത്തകൾ ചില വായനക്കാരിൽ പ്രോത്സാഹനമുണ്ടാക്കും. ചേട്ടാ പത്രത്തിന്റെ കാശ് ശരിയാക്കി തരാം. 3 മാസം കാശുണ്ടെന്ന്. ഇന്ന് ഞാൻ എല്ലാം അവസാനിപ്പിച്ചു തരാം.
അപ്പച്ച ജേക്കപ്പേട്ട 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 മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസനായ ജേക്കബിൻ്റെ ആത്മാവിനെ സ്വീകരിക്കണം. ഇയാളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെയും ചേർത്ത് ഉയർപ്പിൻ്റെ മഹിമയിൽ പങ്കാളിയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി അരുളേണമേ. നിത്യവെളിച്ചം ഇയാളുടെ മേൽ വീശുകയും ചെയ്യട്ടെ. ഇയാളുടെ ആത്മാവും സകല മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ചത്തുപോയ നമ്മുടെ ജേക്കബ് പിടിയല്ലേ. അതെടാ വല്ലാത്ത കഷ്ടായി പോയില്ലേ. മിണ്ടാതിരിക്കടേ, ഒന്നും മിണ്ടാതിരിക്കടാ. നല്ല വഴിയാതാരാക്കിട്ടേ പതുക്കെ പറയും, അവർക്ക് കേൾക്കും. അതിനെ കണ്ട് വെള്ളപ്പറക്കെ നീ കുറച്ചു നാൾ ആ പാവത്തിന്റെ തോളി കൈയിട്ട് അവന്റെ കണ്ണുമൂലി നടന്നല്ലേ. ഒന്ന് പോടോ, വേലങ്കൂലില്ലാത്ത മൂന്നെണ്ണങ്ങള്. ഇന്നലെ എന്താ അടിച്ചതാ? വല്ല കാര്യണ്ടായിരുന്നു അവനക്ക് ഇന്നലെ അടിച്ചതിന്റെ. എന്തേ ആ ഇരിക്കുന്നവരെന്റെ അമ്മച്ചിയെ കളിയാക്കി, അതുകൊണ്ട് അമ്മച്ചി കരഞ്ഞു. മക്കൾ അത് കാര്യമാക്കണ്ട. അവര് തെമ്മാടികളല്ലേ, അവരങ്ങനെയാ. ഞാൻ അവരെ വഴക്ക് പറഞ്ഞോളാം. മോള് സങ്കടപ്പെടണ്ട. അതൊന്നും ശ്രദ്ധിക്കാനും പോട്ടെ. ഈ കള്ളിന്റെയും കഞ്ചാവിന്റെയും പുറത്ത് പെറ്റമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ചെകുത്താന്മാരിൽപ്പെട്ടവരാവറ്റകള്. ആ അറിയാം. അത് തന്നെ. മക്കള് ചെല്ല്.
ഈ ഭൂമിക്ക് ഭാരമായി നടക്കുന്ന നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. പിന്നെ ഒരു കാര്യം, ഇനി മേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ ഞാൻ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഇല്ലച്ചോ, ഞങ്ങളോട് വേണ്ട, വിശദീകരണം വേണ്ട. ആരേത് ഇങ്ങെത്തിയ? ഇവിടെ ആരെയും കാണാത്തപ്പോ കരുതി നിങ്ങളെല്ലാവരും കൂടി മേലോട്ട് പോയിട്ടുണ്ടാവും. ഞങ്ങള് പള്ളി പോയിട്ട്. ആ, അത് നല്ല കാര്യം. ഞങ്ങൾ വന്നെന്താണെന്ന് മനസ്സിലായല്ലോ. അറിയാം അറിയാം. കുറച്ച് സാവകാശം തരണം. ഈ വീടും പറമ്പും വിൽക്കാനുള്ള തീരുമാനത്തിലാണ്. അതൊന്ന് ശരിയായാൽ എത്രയും പെട്ടെന്ന് അത് തന്നു തീർത്തോളാം. ആ, അപ്പൊ കാര്യങ്ങളൊക്കെ കേമായിട്ട് നടക്കട്ടെ. ആയിക്കോട്ടെ. ഒടുക്കം കോഴിക്ക് മല വരുന്നു പറയുന്നത് പോലെ നീട്ടി നീട്ടി കൊണ്ടുപോകാതിരുന്നാൽ നിനക്ക് നല്ലത്. ആ, കച്ചവടത്തിന് ഞാനും സഹായിക്കാം. ആരാ ഹലോ, അപ്പച്ചനെ? എന്റെ മക്കളെ, അതിന് നല്ല മീൻ ഇറച്ചി കിട്ടണ്ടേ?
അവര് വിൽക്കുന്നതൊക്കെ ചീഞ്ഞതും അളിഞ്ഞതാ. അതുകൊണ്ടല്ലേ അമ്മച്ചി വാങ്ങിക്കാത്ത.
ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണ്. എന്നാ വാ നമുക്ക് അമ്മച്ചിയുടെ അടുത്ത് പോവാ. പാത്രം കഴിയിട്ട് അകത്ത് വേറെ ജോലിയുണ്ട്. അമ്മച്ചി ആ മക്കള് വന്നു. അമ്മച്ചി താക്കോല് വെക്കാറുള്ളിടത്ത് തന്നെ വെച്ചിട്ടുണ്ടല്ലോ. അല്ല അമ്മച്ചി അവനക്ക് വിശക്കണുണ്ടെന്ന്. ഓ എന്റെ മോന് വിശക്കണുണ്ടോ? അമ്മച്ചി ചേച്ചിയുടെ വല്ലതും വാങ്ങിച്ചു തരാട്ടോ. ചേച്ചി എന്താ മോന് വിശക്കണുണ്ടേ, കഴിക്കാൻ എന്തെങ്കിലും? മോന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നീ പഠിക്കണില്ലേടി? എന്റെ മക്കള് നന്നായി പഠിക്കണം കേട്ടോ. ഇതാ വാ. വേണ്ട അമ്മച്ചി എനിക്ക് വിശക്കണം. കഴിക്കും മോളെ, ഒരു പിടി കഴിക്കും. മക്കളൊരു കാര്യം ചെയ്യും, മക്കള് വീട്ടിൽ ചെല്ല്. അമ്മച്ചി കുറച്ചുകൂടി പണിയുണ്ട്. അമ്മച്ചി വേഗം വരാം. മോളൊരു കാര്യം ചെയ്യും, അമ്മ പീടി പോയിട്ട് വരാം. അപ്പുറത്തെ വീട്ടിൽ പോയിക്കോ. വേണ്ട അമ്മച്ചി എനിക്ക് എഴുതാനും പഠിക്കാനുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, വാതിലടച്ചിരുന്നു, ഞങ്ങൾ വന്നിട്ട് തുറന്നാ മതി. ജേക്കപ്പെട്ടത് ഇതെന്തു പറ്റി? മക്കള് വാ. ഹായ് ബിരിയാണി. പച്ചാ ഒരെണ്ണുള്ളോ? ഒന്നേ കിട്ടിയുള്ളൂ. ദേ ജേക്കപ്പേട്ടന് നുണ പറയാൻ അറിയില്ല. അപ്പച്ചൻ തന്നതിന്റെ ബാക്കി പൈസ 3 കൂടി പോയി വാങ്ങിച്ചോളൂ. ജേക്കബ് അറിയോ? പിന്നെ സത്താറ്. പിന്നെ എന്തൊക്കെയുണ്ടാ? എത്ര നാളായിട നമ്മൾ തമ്മിൽ കണ്ടിട്ട്? എന്തത്ര വൈകി? വൈകി. ജേക്കബിനെ കണ്ടോ? കണ്ടു. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലാതെ എവിടെ പോകാൻ? അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? പറഞ്ഞു.
അവൻ എന്താ പറഞ്ഞേ? പാവന്റെ മോള്. കുറെയൊക്കെ അവന്റെ പിടിപ്പുകേടാ, അല്ലാണ്ടെന്താ. കർത്താവേ, എന്റെ മോള്. എത്ര നാളായിട നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ചില സമയത്ത് ആ നല്ല കാലങ്ങൾ ഓർമ്മ വരുമ്പോൾ ഞാനിടയ്ക്ക് ഫേസ്ബുക്ക് സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ നിന്നെ മാത്രം കാണാറില്ലേ? എന്തടാ, നീ അതിലൊന്നും ഇല്ലേ? ഏയ്, ഞാൻ എടുത്തിട്ടില്ല. ഒരു കണക്കിന് അത് ഇല്ലാണ്ടിരിക്കണത് നല്ലത്. ഉള്ള നല്ല സമയം ചത്തുപോയില്ലല്ലോ. പിന്നെ കുട്ടികൾ? 2 ആള്. മൂത്തോളം 9-ലും രണ്ടാമത്തോളം 5-ലും. എനിക്ക് സുഖം തന്നെയല്ലേ? ഓ, സത്യം പറഞ്ഞ കഷ്ടപ്പെട്ട് നരകിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു അനുഭവം തന്നെയാണ് എൻ്റെ രക്ഷപ്പെടലിൻ്റെ ഊർജം. ഹോ, എന്തൊക്കെയായിരുന്നു അന്ന്. വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച് നാട് നന്നാക്കാൻ പാഞ്ഞു നടക്കല്, കുറെ തത്വങ്ങളും മൂല്യങ്ങളും പറഞ്ഞു നടന്ന് പരസ്പരം തെറ്റിദ്ധരിച്ചും ധരിപ്പിച്ചും ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാർ തമ്മിൽ കണ്ടാ നോക്കാൻ പോലും പറ്റാത്ത തരത്തിലെത്തി. ആ സ്പർദ്ധ പല തരത്തിലായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു, അല്ലേ ജേക്കബേ? നിനക്കറിയോ ഇതൊക്കെ പറഞ്ഞു നടന്ന എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന്? കള്ളും കഞ്ചാവുമായി നടന്ന ഒരുത്തനുണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. ഇതിനിടെ ഉമ്മാടെ മരണവും എൻ്റെ കല്യാണവും കെട്ടിയവളുടെ പ്രസവവും. ഹോ, ആകെ ദാരിദ്ര്യത്തിൻ്റെ 5 കളി. ആകെ ഭ്രാന്ത് പിടിച്ച് ചാകാൻ പോയവനാ ഞാൻ. പക്ഷെ അവിടെയായിരുന്നു എനിക്കെൻ്റെ കെട്ടിയോള് ഹസീന ഒരു വഴിത്തിരിവായത്. അവളുടെ സാന്ത്വനവും സ്നേഹവും അങ്ങനെ ഒരുത്തിയെ കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഛേ, സോറിടാ, എന്ത് മണ്ടനാ ഞാൻ. ഓരോന്ന് പറഞ്ഞ് ഞാൻ നിന്റെ സമയം മെനക്കെടുത്തി. എടാ സത്താർ, നീ എന്നോടല്ലേ പറഞ്ഞത്? അതിനുള്ള അർഹതയും അധികാരവും ഒക്കെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനില്ലേ? ആ എടാ, എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കെട്ടിയോളും മക്കളെയും കാണുന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായും അടുത്ത തവണ വരുമ്പോൾ ഞാനും കുടുംബവും നിന്റെ വീട്ടിൽ വന്നിരിക്കും. ഇപ്പൊ സമയമില്ലടാ, അതുകൊണ്ടാ. ശരിയടാ, 1-2 സ്ഥലത്തൂടെ പോകാനുണ്ട്. ഓക്കെ, പോട്ടെ, കാണാം. നീ പറഞ്ഞതാ ശരി. ഞാൻ ചിന്തിച്ചതോ വലിയ തെറ്റ്. എന്ത്? നീ പറഞ്ഞതുപോലെ നമുക്ക് വീട് വെക്കാം, എന്നിട്ട് കടങ്ങൾ വീട്ടി മനസ്സമാധാനത്തോടെ ജീവിക്കാം, സന്തോഷത്തോടെ. അതന്നെയല്ലേ ജേക്കപ്പെട്ട ഞാനും പറഞ്ഞത്. ഗീതം നെഞ്ചിൽ കരലായി നിറയ്ക്കാം. ആ സ്വർഗവാതിൽ എനിക്കായി തുറക്കാൻ സ്നേഹസ്വരൂപാ നീ കാവലായി തീരൂ. നീറുമെന്നാത്മാവിൻ തേങ്ങലറിഞ്ഞിടും നിഴലായി കൂടെയുള്ളെൻ്റെ നാഥ. നീറുമെന്നാത്മാവിൻ
തേങ്ങലറിഞ്ഞിടും നിഴലായി കൂടിയുള്ളിൻ്റെ നാഥ കരുണ തന്തിരിനാളമെന്നിൽ ചൊരിഞ്ഞിടാൻ കനിവേകിടേണേ യേശുനാഥ നീറുമെന്നാത്മാവിൻ തേങ്ങലറിഞ്ഞിടും നിഴലായി കൂടിയുള്ളെൻ്റെ നാഥ പാപികൾ ഞങ്ങൾ പരാജിതർ ഞങ്ങൾ പല നാളായി കീഴുന്നു സ്തുതിയോതുന്നു പാപികൾ ഞങ്ങൾ പരാജിതർ ഞങ്ങൾ പല നാളായി കീഴുന്നു സ്തുതിയോതുന്നു സത്യത്തിൻ ദീപമായി മണ്ണിൽ നിറഞ്ഞിടും സ്നേഹനിലാം ചൈതന്യമേ ചൈതന്യമേ മനഃശാന്തിയേകാൻ ഓശാന പാടാം ഹല്ലേലൂയ ഗീതം നെഞ്ചിൽ കരളായി നിറയ്ക്കാം ആ സ്വർഗവാതിൽ എനിക്കായി തുറക്കാൻ സ്നേഹസ്വരൂപാ നീ കാവലായി തീരൂ വിശുദ്ധികളെല്ലാം മറന്നു ഞാൻ വഴിയേറെ പോയൊരൻ തമ്പുരാനേ നീരിൻ വിശുദ്ധികളെല്ലാം മറന്നു ഞാൻ വഴിയേറെ പോയൊരൻ തമ്പുരാനേ കണികതൻ നിശ്വാസമറിയുന്ന ദൈവമേ നീട്ടുന്നിതാ കൈകൾ നിന്റെ മുന്നിൽ നിന്റെ മുന്നിൽ നിന്റെ മുന്നിൽ മനഃശാന്തിയേകാൻ ഓശാന പാടാം ഹല്ലേലൂയ ഗീതം നെഞ്ചിൽ കരളായി നിറയ്ക്കാം ആ സ്വർഗവാതിൽ എനിക്കായി തുറക്കാൻ സ്നേഹസ്വരൂപാ നീ കാവലായി തീരൂ മനഃശാന്തിയേകാൻ ഓശാന പാടാം ഹല്ലേലൂയ ഗീതം നെഞ്ചിൽ കരളായി നിറയ്ക്കാം ആ സ്വർഗവാതിൽ